Thank you, Mataji. Aishwarya Mataji, thank you very much for giving me the opportunity. Kadamit Prabhu, എല്ലാം സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസ് അവിടെ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിൽ താങ്ക് യു വെരി മച്ച് ഫോർ all the devotees in this congregation of Trivandrum. പിന്നെ ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവർക്കും നമ്മൾ ഈ ഇത്ര നല്ലൊരു സേവ ചെയ്യണ എല്ലാവർക്കും ഇറ്റ് ഈസ് താങ്ക് യു വെരി മച്ച്. നമുക്ക് തുടങ്ങാം മതി. യെസ് പ്രഭു, തുടങ്ങാം. യെസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. कृष्ण पृष्ठाय भूतले श्रीमते महाविष्णु गोस्वामी नित्यनामिने. नमो विष्णुपदाय कृष्ण पृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामी नित्यनामिने. नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चादेशतारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद. हरे कृष्णा कृष्ण कृष्ण हरे हरे. हरे राम 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 हरे हरे. അപ്പൊ ഈ ശ്ലോക ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും കേൾക്കണവർക്കും എൻ്റെ ഒരു ഹംബൽ ഇതാണ് റിക്വസ്റ്റ്. എനിക്ക് മലയാളം ഐ ഡോണ്ട് നോ ടു റീഡ് ഓർ റൈറ്റ്. എനിക്ക് മലയാളം വായിക്കാൻ ഇങ്ങനെ നോക്കിയിട്ട് അറിയില്ല, അതേമാതിരി റീഡ് ചെയ്യാനും അറിയില്ല. സോ ദാറ്റ് ഡിഫിക്കൽട്ടി ഐ മേ ഫേസ് ബിക്കോസ് ദിസ് ഈസ് എ വണ്ടർഫുൾ ശ്ലോക. അതിൻ്റെ ഉള്ളിലുള്ള മീനിങ്സ് എല്ലാം അതേമാതിരി പറഞ്ഞില്ലെങ്കിൽ അത് ശരിക്കും മീൻസ് ഇറ്റ് ഈസ്. അപ്പൊ ഐ വിൽ ടേക്ക് എ ഹെൽപ്പ്. അപ്പൊ ഇവിടെ മാതാജി ഹെൽപ്പ്, ഗുരുപ്രിയ മാതാജി എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർ റീഡിങ് ദാറ്റ് ശ്ലോകാസ്. അപ്പൊ ഐ വുഡ് റിക്വസ്റ്റ് യു. യെസ് മാതാജി. യെസ് മാതാജി. സോ യു വിൽ ഹെൽപ്പ് മീ വെനെവർ ഐ നീഡ് ടു ജസ്റ്റ് ട്രാൻസ്ലേറ്റ്. ആ ബുദ്ധിമുട്ട് എനിക്ക് ചിലപ്പോ ശ്ലോക വെനെവർ ഇറ്റ് ഈസ് ഇംഗ്ലീഷ് ഐ വിൽ റീഡ്. വേർ ഇറ്റ് ഈസ് എ പഞ്ചിങ് മെസ്സേജ് ഉള്ളപ്പോ നമുക്കത് പറഞ്ഞല്ലാണ്ട് ശരിയാവില്ല, റീഡ് ചെയ്യേണ്ടത് മെസ്സേജ് ശരിക്കും വരില്ല മാതാജി. So we'll read that one, okay? So we'll start the sloka, Mataji. Shanmanti gayanti granti abhikshnasha smaranti nandanti tavitam jana tateva pashyanti achrena tavakam bhava pravavo paramam padambujam. Shanmanti gayanti grananti abhikshnasha स्मरन्ति नन्दन्ति तवितं जनाः तदेव पश्यन्ति अच्रेण तावकं भवा प्रभावो परमन् पदाम्बुजम्. शृण्वन्ति गायन्ति गृह्णन्ति अभिक्ष्णशः स्मरन्ति नन्दन्ति तवितं जनाः तदेव पश्यन्ति अच्रेण तावकं भवा प्रभावो परमं पदाम्बुजम्. माताजी. Hare Krishna Prabhu. Word meaning? Yes. Shrunandi ശ്രവിക്കുക, ഗായന്തി ജപിക്കുക, ഗൃണന്തി കൈക്കൊള്ളുക, അഭിക്ഷ്ണശഃ നിരന്തരമായി, സ്മരന്തി സ്മരിക്കുക, നന്ദന്തി ആനന്ദം അനുഭവിക്കുക, തവ അങ്ങയുടെ, വിഹിതം കർമ്മങ്ങൾ, ജനാഹ സാമാന്യ ജനങ്ങൾ, തേ അവർ, ഏവ നിശ്ചയമായും, പശ്യന്തി ദർശിക്കാൻ കഴിയുന്നു, അചിരേണ തൽക്ഷണം, താവകം അങ്ങയുടെ, ഭവപ്രവാഹ പുനർജന്മ പ്രവാഹം അല്ലെങ്കിൽ അവതാര ലക്ഷം, ഉപരമം വിരാമം, പാദ അംബുജം പാദാംബുജം. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. അല്ലയോ കൃഷ്ണ, ആരാണോ അങ്ങയുടെ സർവാതിശായിയായ ആത്മജ്ഞാനപരമായ അതീന്ദ്രിയ കർമ്മങ്ങളെ കുറിച്ച് നിരന്തരം ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അപ്രകാരം പ്രവർത്തിക്കുന്നതിൽ ആനന്ദം അനുഭവിക്കുന്നത്, അവർക്ക് നിശ്ചയമായും ഈ ജനിമൃതി നിർഭരമായ ഇഹലോക ബന്ധത്തിൽ നിന്നും മോചനമേകാൻ ഏകപ്രാപ്തിയുള്ള അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ദർശിക്കാൻ കഴിയുന്നു. ഭാവാർത്ഥം: പരിമിതമായ നമ്മുടെ കാഴ്ചയ്ക്ക് പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ദർശനീയനല്ല. ആകയാൽ ഭഗവാനെ ദർശിക്കാൻ പരമദിവ്യോത്തമ പുരുഷനോടുള്ള
സ്വതസ്ഫൂർത്തമായ പ്രേമത്തെ പരിപൂർണമായി വികസിപ്പിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിതത്തിലൂടെ ഒരാളുടെ നിലവിലെ കാഴ്ചയ്ക്ക് പരിവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം ഭൂമുഖത്ത് പ്രത്യക്ഷനാകുന്നുവെങ്കിലും ഏവർക്കും ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായി ദർശിക്കുവാൻ സാധ്യമല്ല. രാവണൻ, ഹിരണ്യകശിപു, കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ തുടങ്ങിയ ഭൗതികവാദികൾ ഭൗതിക തലത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളായിരുന്നുവെങ്കിലും അവർ ഭഗവത് സാന്നിധ്യം ഗുണഗ്രഹണം നടത്തുവാൻ അയോഗ്യരായിരുന്നു. ഭഗവാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷനെങ്കിലും യോഗ്യമായ കാഴ്ചയില്ലെങ്കിൽ ഭഗവാനെ ദർശിക്കാൻ നാം അശക്തരാണ്. ഉചിതമായ കേന്ദ്രങ്ങളിൽ നിന്നും ഭഗവത് ശ്രവണത്തിൽ ആരംഭിക്കുന്ന ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ ഈ അവശ്യ യോഗ്യത വികാസം പ്രാപിക്കുകയുള്ളൂ. സാമാന്യ ജനങ്ങളാൽ ശ്രവിക്കപ്പെടുകയും കഥിക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും ചെയ്യുന്ന അത്തരം പ്രസിദ്ധ സാഹിത്യങ്ങളിൽ ഒന്നാണ് ഭഗവത്ഗീത. എന്നാൽ അത്തരം ശ്രവണം, കീർത്തനം തുടങ്ങിയ ഭക്തിയുത സേവന പ്രവർത്തനത്തിൽ വ്യാപൃതരായിട്ടും കൂടി ചിലപ്പോഴൊക്കെ ഭക്തന് ഭഗവാനെ കണ്ണോട് കണ്ട് ദർശിക്കുവാൻ സാധ്യമല്ലാത്തതുപോലെ അനുഭവവേദ്യമാകുന്നു. അതിനു കാരണം പരമപ്രധാനമായ ശ്രവണ പ്രക്രിയയുടെ അപര്യാപ്തതയാണ്. യോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്നും ശ്രവിക്കുന്നുവെങ്കിൽ അത് തൽക്ഷണം കാര്യക്ഷമമാകുന്നു. സാധാരണയായി ജനങ്ങൾ യോഗ്യരല്ലാത്ത വ്യക്തികളിൽ നിന്നാണ് ഭഗവത് ശ്രവണം നടത്തുന്നത്. അത്തരം ആധികാരിക അല്ലാത്ത വ്യക്തികൾ ചിലപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാകാം. എന്നാൽ അവർ ഭക്തിയുത സേവന തത്വങ്ങളെ അനുവർത്തിക്കാത്തവരാകയാൽ അവരിൽ നിന്നുള്ള ഭഗവത് ശ്രവണം വെറും സമയം പാഴാക്കൽ മാത്രമായി തീരുന്നു. ചിലപ്പോഴൊക്കെ ശ്ലോകങ്ങളെ അവരുടെ ആശയങ്ങളെ സാധൂകരിക്കാൻ ഉതകും വിധം വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നു. ആകയാൽ യോഗ്യനും വിശ്വാസ്യനുമായ ആധികാരിക വ്യാഖ്യാതാവിനെ തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിൽ നിന്നും ശ്രവണം നടത്തേണ്ടതാണ്. എപ്പോൾ ശ്രവണ പ്രക്രിയ പരിപൂർണവും കുറ്റമറ്റതുമാകുന്നുവോ അപ്പോൾ മറ്റു പ്രക്രിയകളും താനെ പരിപൂർണമായി തീരുന്നു. ഭഗവാന്റെ വ്യത്യസ്തങ്ങളായ നിരവധി അതീന്ദ്രിയ കർമ്മങ്ങളുണ്ട്. ശ്രവണ പ്രക്രിയ പരിപൂർണവും കുറ്റമറ്റതുമെങ്കിൽ അവയോരോന്നും അഭികാമ്യമായ ഫലങ്ങൾ നൽകത്തക്ക വിധം സമർത്ഥമാണ്. ഭാഗവതത്തിൽ ഭഗവത് കർമ്മങ്ങൾ പാണ്ഡവരുമായുള്ള ഇടപെടൽ ആരംഭിക്കുന്നു. അസുരന്മാരോടും മറ്റുള്ളവരോടും എപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതുമായി ബന്ധപ്പെടുത്തി നിരവധി ലീലകളുണ്ടെന്ന് മാത്രമല്ല, 10ാം സ്കന്ധത്തിൽ ഭഗവാൻ വൈവാഹിക സന്യാസിമാരോടും ഭഗവാൻ എപ്രകാരമാണ് മനോജ്ഞ ഗംഭീരമായി ഇടപെടുന്നത് എന്നതിനെ കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ഭഗവാൻ പരിപൂർണനാകയാൽ, പരമപുരുഷനാകുയാൽ ഭഗവാന്റെ ഓരോ വ്യവഹാരങ്ങളുടെയും അതീന്ദ്രിയ സ്വഭാവത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ ജനങ്ങൾ ഗോപികമാരുമൊത്തുള്ള ഭഗവാന്റെ ഇടപെടലുകളെ കുറിച്ച് ആധികാരികമല്ലാത്ത വിവരണങ്ങളിൽ കൂടുതൽ തൽപരരാകുന്നു. അത്തരം പ്രവണത ശ്രോതാവിന്റെ കാമാർത്തിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആകയാൽ ഉത്തമ വിശ്വാസയോഗ്യനായ ആധികാരിക വ്യാഖ്യാതാവ് ഗോപികമാരോടൊത്തുള്ള ഭഗവാന്റെ ലീലകളെ സംബന്ധിച്ച അത്തരം ശ്രവണങ്ങൾക്ക് ഒരിക്കലും വഴങ്ങിക്കൊടുക്കുകയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ അല്ലെങ്കിൽ മറ്റു ധർമ്മശാസ്ത്രങ്ങളിൽ ഉള്ളതുപോലെ നിശ്ചയമായും ആരംഭം മുതലാകണം ഭഗവത് ശ്രവണത്തിൽ ഏർപ്പെടേണ്ടത്. അത് ശ്രോതാവിനെ ക്രമേണ വികാസപരമായ മുന്നേറ്റത്തിലൂടെ പരിപൂർണത പ്രാപ്തമാക്കാൻ സഹായിക്കുന്നു. ആകയാൽ പാണ്ഡവരുമായുള്ള ഭഗവത് ബന്ധം ഗോപികമാരോടുള്ള ഭഗവാന്റെ ലീലകളെക്കാൾ പ്രാമുഖ്യം കുറഞ്ഞവയാണെന്ന് ഒരിക്കലും കരുതരുത്. സർവ്വവിധ ലൗകിക ബന്ധങ്ങൾക്കും അതീന്ദ്രിയനാണ് ഭഗവാൻ എന്ന് നാം സദാ സ്മരിക്കണം. മുകളിൽ പരാമർശിച്ച എല്ലാ വ്യവഹാരങ്ങളിലെയും നായകൻ ഏത് പരിതസ്ഥിതിയിലും ഭഗവാൻ ആകുന്നു എന്നത് മാത്രമല്ല, ഭഗവത് ശ്രവണവും ഭഗവത് ശ്രവണത്തിന് നിരന്തരം പരിശ്രമിക്കുന്ന ഭക്തനെ സംബന്ധിച്ച ശ്രവണവും ആത്മീയ ജീവിതത്തിന് പ്രേരകമാകുന്നു. ഭഗവാനുമായി നമുക്ക് നഷ്ടപ്പെട്ട ബന്ധത്തെ പുനരാർജിക്കുവാനാണ് വേദങ്ങൾ, പുരാണങ്ങൾ തുടങ്ങിയവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ എല്ലാവിധ ധർമ്മശാസ്ത്രങ്ങളുടെയും ശ്രവണം അത്യന്താപേക്ഷിതമാകുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഒരു ഡ്രീം ശ്ലോകയാന്ന് പറയും. ഭാഗവതത്തിന്റെ ഉള്ളില് ഏത് ഭക്തന്മാരും ഞാനെല്ലാം പണ്ട് ഈ ശ്ലോക്കെല്ലാം വരുമ്പോ ഞാൻ വിചാരിക്കും മൈറ്റ് ബി വെൻ ഐ ഗെറ്റ് എ ചാൻസ് ടു ടേക്ക് ദിസ് വേഴ്സ്. ഈ ശ്ലോക എന്നാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുക. കാരണം ഇത് ഭയങ്കര ഒരു ശ്ലോകയാണല്ലോ. പിന്നെ അതേമാതിരി ഇതിന്റെ ടേണും എന്നാ വരാന്ന് നമുക്കറിയില്ല. നമ്മൾ അബുദാബിയിലാണെച്ചാൽ വി ആർ അറ്റ് സംവെയർ അറ്റ് 3rd canto now. 3rd canto 31st chapter ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ലെക്ചറിൽ, ക്ലാസ്സിലെല്ലാം നമ്മളെ. അപ്പൊ ഈ ശ്ലോകെല്ലാം പണ്ട് കഴിഞ്ഞു പോയി. അപ്പൊ അപ്പെല്ലാം നമ്മള് വി ആർ നോട്ട് ദർ ക്ലോസ് ടു ദസ്. ഇങ്ങനെ വെറുതെ വന്ന് പ്രോഗ്രാമിന് ഇരുന്ന് പോവും. അപ്പൊ ഇന്ന് ഇത്
ഞാൻ മാതാജി എൻ്റെ അടുത്ത് ചോദിച്ചു ക്ലാസ് എടുക്കാൻ ഡേറ്റ് ഏതാണ്. അപ്പൊ ഐ ജസ്റ്റ് ഗേവ് റാൻഡംലി സാറ്റർഡേ ഹോളിഡേ ആണ് 19th ഡേറ്റ് കൊടുത്തു. അപ്പൊ ദിസ് ശ്ലോക ഹാസ് കം ലൈക്ക് ബാക്ക് ടു ലൈക്ക് കൃഷ്ണ ഹാസ് ഗിവൻ എ ഗിഫ്റ്റ് ടു മീ, യു ടേക്ക് ഇറ്റ്. അപ്പൊ പിന്നെ അതേമാതിരി ഞാൻ വീണ്ടും ഇത് ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അബുദാബിയിൽ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാ സീനിയർ ഡിവോട്ടീസ് എല്ലാം വരുമ്പോ നമ്മൾ മാല ഇടില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇത്ര വർഷമായി എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഇത് മൈൻഡിന്റെ ഉള്ളിൽ യു സീ ദാറ്റ് മൈ മൈൻഡ് യുനോ എനിക്ക് ഇത് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ പ്രഭു യു വോണ്ട് മാതാജി യു വോണ്ട് ബിലീവ്, ഞാൻ പ്രോഗ്രാമിൽ പോയി ഇരിക്കുകയാണ്. പ്രോഗ്രാമിൽ ഇരുന്നിട്ട് ലഡ്ഡു ഗോപാലിനെ നമസ്കാരം ചെയ്തു, അവിടെ ഇരുന്നിട്ട് മാല നോക്കി. അപ്പൊ ക്ലാസ് നടക്കുന്ന രാമായണന്റെ ലെക്ചറാണ് നടന്നുകൊണ്ടിരിക്കണെന്ന്. അപ്പൊ മാലയെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ അഗെയിൻ ഇത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ മാല നോക്കി ഞാൻ പോയി ഇരുന്നു ക്ലാസ്സിൽ ഇരുന്നപ്പോ നമ്മളെ ഇമ്മീഡിയറ്റ്ലി നമ്മളെ സീനിയർ ഡിവോട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാധാ ദാമോദർ മാല ഓഫർ ചെയ്യാൻ പറഞ്ഞു, മറ്റേ വ്യാസനിൽ ഇരിക്കുന്ന പ്രഭുക്ക് മാല ഓഫർ ചെയ്യാൻ. അപ്പൊ ഞാൻ ആകെ വിചാരിച്ചു very fast action is going on within no second. Paramatma is taking the message and ഇവിടെ നമുക്ക് അതിന്റെ ഇത് റിയാക്ഷൻ റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഐ ടുക്ക് ഇറ്റ് ആൻഡ് ഐ ജസ്റ്റ് ലുക്ക് ഇറ്റ് അറ്റ് ആൻഡ് ഐ ജസ്റ്റ് പുട്ട് ഇറ്റ്. അപ്പൊ അതേമാതിരി whenever you pray something for Krishna, no, that is has to happen, you know, അത് നടന്നിരിക്കുന്നു പറയണത്. ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കൃഷ്ണ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അത് നടത്തിയിരിക്കുന്നു നമ്മൾ. അതേമാതിരി ഈ ശ്ലോക is really something heart touching to me. Okay, we'll not waste the time because time is very concerned and we'll come to the ശ്ലോക. മാതാജി പ്രഭുജി ഇതില് നമുക്ക് എന്താ കാണണ്ടെന്ന് വെച്ചാൽ ഇത് റോളർ കോസ്റ്റർ ലൈഫാണ്. നമ്മള് ഇപ്പൊ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പൊ എന്താണ് ഈ കലിയുഗത്തിലുള്ളത്? Can anybody tell what is the real problem of this world going on? Looking with this Bhagavatam, ഭഗവത്ഗീതയുടെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന്? സമാധാനമില്ല. ഓക്കെ പ്രഭു ഗ്രീഡിനെസ്. ഓക്കെ we'll take 1 minute. Yes, please Mataji, tell. Increasing that fear. Increasing to the fear. Okay, Depth fear. ഭൗതിക ഇന്ദ്രിയങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ആസക്തിയാണ് പ്രഭു. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള സുഖഭോഗങ്ങൾക്ക് വേണ്ടി. ഓക്കെ മാതാജി ഇവിടെ ആരാണ്ട് ഡെത്തിനെ പറ്റിയും പറഞ്ഞു, പിന്നെ ആരാണ്ട് പീസിനെ പറ്റിയും പറഞ്ഞു. ഓക്കെ, പീസിനെ പറ്റി ആൻസർ ഇസ് ദർ ഇൻ ഭഗവത്ഗീത. ഇമ്മീഡിയറ്റ്ലി യു ആർ ഭഗവാൻ ഇസ് ടെല്ലിംഗ് ഭോക്താരാം യജ്ഞതപസാം സർവലോകം ഐശ്വരം. അതിൽ ആൻസർ തരുന്നുണ്ട് നിങ്ങൾക്ക്. പീസിന് വേണ്ടെങ്കിൽ Mataji, if you are not having peace, you have to go to that sloka and keep on meditating on that sloka. The answer is there. നമ്മളെ ഇപ്പോഴത്തെ ലോകത്തിലെ ഏറ്റവും വലിയ നമ്മളെ പ്രോബ്ലം ആണ് ജന്മ മൃത്യു ജരാവ്യാധി. അതാണ് ഭാഗവതം നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഏറ്റവും വലിയ പ്രോബ്ലം. ബാക്കി എല്ലാ പ്രോബ്ലത്തിനും we may find a solution and we'll end up dying. So but that is the biggest problem, no? അതല്ല ഏറ്റവും വലിയ പ്രോബ്ലം. When you fear, see, when you are telling your fear, what are you fearing for? നമ്മളെ പേടി ഏറ്റവും വലിയ പേടി എല്ലാ പേടിനേക്കാളും ഈ പേടിയാണ്. നമ്മൾ മരിച്ചു പോണ സമയത്ത് എന്താ ജന്മത്തിൽ ഓക്കെ we didn't know what happened because we are hearing from Jantu prayers. That knowledge is there, but now we have to that problem already we have faced. നമ്മൾ അത് ഫേസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വരാൻ പോണത് ഓക്കെ we may wait and watch, it is going to come, but what the current problem which we are going to face now? The roller coaster. Maharaj എന്താ പറയണെന്ന് വെച്ചാല് when there is a birth, there is 2-3 things to follow. That is നമുക്ക് രോഗങ്ങൾ വരും, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിലെ ഏറ്റവും വലിയ പ്രോബ്ലം ആണ് ഡെത്ത്. കറക്റ്റ് ഓർ നോ പ്രഭു? നമ്മളെ ഏറ്റവും വലിയ പ്രോബ്ലം ഇവിടെ അതാണ്. ഇപ്പൊ ഈ ശ്ലോകത്തിന്റെ ഉള്ളിൽ പറയാൻ പോണത് എല്ലാം ഇപ്പൊ കുന്തി മഹാറാണിയെ പറ്റി നമ്മൾ ഇതെല്ലാം Prabhupada, we need to understand, Prabhujan Mataji's, we need to understand that this Kunti Maharani's prayer has been Prabhupada എല്ലാ സമയത്തും 1966 I was reading somewhere that ഒരു ടെമ്പിൾ ഫസ്റ്റ് ടെമ്പിൾ ഓപ്പണിംഗ് ഇൻ US
അവിടെ പ്രഭുപാദ് ഇത് ഓപ്പൺ ചെയ്യാൻ പ്രഭുപാദിന്റെ ഹെൽത്ത് ആകെ ഇതായി പോയി. അപ്പൊ ഇതായിപ്പോ പ്രഭുപാദ് പറയണത് പല പല കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാം ശ്ലോകാസ് വായിക്കുമ്പോ ഡിവോട്ടികളുടെ അടുത്ത് പറയാണ് ഇതൊന്ന് വായിക്കോ, ഇതൊന്ന് പറയോ. This is being used by all in and out of all the Maharaj are been reciting. The stalwart devotees are using this നമ്മളെ ഈ കുന്തി മാരന്റെ prayers daily use ചെയ്യാണ്. ഇപ്പൊ you see now what is that നമുക്കിപ്പോ കുറെ ക്ലാസ്സസ് ഞാൻ മിസ് ചെയ്തു കേൾക്കാൻ വേണ്ടി. ബട്ട് എനിക്ക് അറിയില്ല ആരെങ്കിലും ഇതെല്ലാം പറഞ്ഞിട്ടോ. നമുക്ക് ഇപ്പൊ നമ്മൾ ഓരോ സ്റ്റേജില് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്ന എന്തിനാണ്? വൈ ആർ വി ലേണിംഗ് ദിസ് ഓൾ തിങ്സ്? ഈതർ ഇപ്പൊ നമ്മൾ സ്ലോ ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മളിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ? ഇപ്പൊ ദേവകി പ്രഭു ക്ലാസ് എടുത്ത മാതിരി ഒരു സ്പൈഡർ ആ വെബ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണില്ല സ്പൈഡർ ആ വെബിന്റെ ഉള്ളിൽ എൻടാങ്കിൾഡ് ആയി പോണത്. ദാറ്റ് മീൻസ് ഈസ് നോട്ട് എ സ്പൈഡർ. ഇഫ് സ്പൈഡർ ഈസ് ഗോയിങ് ടു ബി എൻടാങ്കിൾഡ് ഇൻ ദാറ്റ് വെബ്. But what is our condition? We are making everything and each and everything we are going and entangling in that problems. And we are facing difficulty. And the end result is where we are going to face. നമുക്ക് ഇവിടെ എത്തിച്ചേരേണ്ടത് ലാസ്റ്റ് ഇതിലേക്കാണ്, ഈ ഡെത്തിലേക്ക്. അപ്പൊ അവിടെ തന്നെ ഒരു ശ്ലോക പറഞ്ഞ ഈ ഡെത്ത് ഓടിപ്പോവാനുള്ള ഒരു ശ്ലോകയാണ് ഭാഗവതത്തിന്റെ ഉള്ളിലുള്ള 1114. ആപന്ന സംശിതിം ഘോരാം യനാമ വിവിശോഗ്രനൻ തദാ സത്യ വിമുച്യത യത് വിഭിതി സ്വയം ഭയം. Death personified. See, എനിക്കിപ്പോ നമ്മളിപ്പോ പുതിയ ആളുകള് കുറെ ഭക്തന്മാര് പ്രോഗ്രാമിൽ വന്നിരിക്കുമ്പോ അവര് പറയും, ഓ why should I chant only Krishna's name? There is lot of other names to be chanted. അങ്ങനെ ഒരു ചോദ്യം വരും നമ്മളെ അടുത്ത്. വന്നിട്ടുണ്ടാവും എത്ര ചോദ്യം. ഞാൻ പല പല ഭഗവാന്മാരുടെ ഉള്ളിൽ പോവാണ്. എനിക്ക് ആ മന്ത്രം ഓക്കെ യു ഡു. സി ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളെ വായിൽ അമ്മ ഭക്ഷണം തരും. ആ ഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇത്തിരി വലുതായി കഴിയുമ്പോൾ നമ്മളെ മുന്നിൽ പ്ലേറ്റ് കൊണ്ടുവരും. നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് സി ദിസ് ഭാഗവതം ഇസ് ഹൗ പ്രഭുജൻ മാതാജി വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് റിയലി. ഇപ്പൊ ഞാൻ ബോംബെയിൽ ജനിച്ചപ്പോ നമുക്ക് ഒരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഫുഡാണ് വടാപ്പാവ്. അപ്പൊ കേരളത്തിൽ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദാറ്റ്, വട സാമ്പാർ, ഇഡ്ലി സാമ്പാർ, വാട്ട് എവർ യു നെയിം, നിങ്ങൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ആയിട്ടുള്ളത്, യു മേ ഹാവ് സംതിങ് ടേസ്റ്റി വിച്ച് ഇസ് ടച്ചിങ് ടു യുവർ ഹാർട്ട്, ദാറ്റ് ഫുഡ്. അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ചിരിക്കുമ്പോ നിങ്ങൾ അത് തിന്നോണ്ടിരിക്കുകയാണ്. പകുതി പ്ലേറ്റിൽ ഫുഡ് തീർന്ന സമയത്ത് നിങ്ങളെ ഡോറിൽ ആരെങ്കിലും വന്ന് ബെല്ലടിച്ചു. നിങ്ങൾ ബെല്ലടിച്ചപ്പോ നിങ്ങൾ എടുത്ത വഴിക്ക് എന്താ ചെയ്യുന്നത്? ഡോർ പോയിട്ട് പകുതി വായിൽ വിട്ടിട്ടുണ്ട്. ഇതാണെന്ന് വെച്ചാല് കഴിക്കാനും പറ്റില്ല, കാരണം ടേസ്റ്റ് റിയലൈസ് ചെയ്യണം നിങ്ങൾക്ക് അതിന് ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ അത് നീക്കി വെച്ചു, ഓടി കഴി എങ്ങനെയും തുടച്ചു പോയിട്ട് ഡോറ് തുടങ്ങി. പെട്ടെന്ന് എന്താണെന്ന് വെച്ചാല് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക വന്ന ആൾക്കാർ മൈൻഡിൽ ഫുള്ളായിട്ട് ഇതിനെ പറ്റി നടന്നുകൊണ്ടിരിക്കുക. ഫുഡ് ഇങ്ങനെ അവിടെ തണുത്തു പോവും, അല്ലെങ്കിൽ ടേസ്റ്റ്. അപ്പൊ പെട്ടെന്ന് ഇവരെ ഇത് അതിന് എന്താ ഇംഗ്ലീഷിൽ പറയും, യു നീഡ് ടു സീ ദാറ്റ് ഫാസ്റ്റ് യു ആർ ട്രൈങ് ടു send that person back by solving his problem or whatever way. But after that, what you are going to do? The moment you are settled with that person, what you will do? Eat that. We'll eat that. Why will you eat that? Because that is tasty for us. Our mind is fully inside that tasty item. നമ്മൾ അത് ഒരിക്കലും വിടില്ല. അത് അതാണ് ഈ ഭാഗവതം. നമ്മളെ ഇപ്പൊ ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ നടക്കുന്നത് രാവിലെ തന്നെ എല്ലാരും വെയിറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു ടേസ്റ്റ് ഉള്ള ആൾ. സി പ്രഭു ആൻഡ് മാതാജി, യു ഗോ ആൻഡ് call somebody, they will not come. Tom will not enjoy this one. Tom, Dick and Harry will not. അവർക്ക് ഇതിനെ പറ്റി ഒന്നും മനസ്സിലാവില്ല. ഇവിടെ ഇപ്പൊ നടക്കുന്ന കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സ് ആണ്. ഈ പ്രേയേഴ്സിന്റെ ഉള്ളിൽ ഇപ്പൊ പലരും പല രീതിയിൽ പ്രസന്റേഷൻ ചെയ്യാണ്. അവരുടെ വാട്ട് എവർ. ഇപ്പൊ കഥാമിത് പ്രഭു പറഞ്ഞ മാതിരി ലാസ്റ്റ് 2 ആഴ്ച മുന്നേ ഭഗവത്ഗീതയിലെ മറ്റേ ഡോക്ടറായിട്ട് ലാസ്റ്റ് ക്ലാസ് ചെയ്യുന്ന എല്ലാരും എടുക്കുന്നത് ഡിഫറെന്റ് their experience they are putting. It is not coming that nothing is same. Appa, I don't know if somebody has spoken what I am going to talk, because I didn't hear it. Most of the class I missed it. Now here, Prabhu and Mataji, I want something. When I am telling something that you chant Hare Krishna's name, then that person will, why should I chant Hare Krishna's name? Then I should have a solid answer to tell
അവർക്ക് ഇതിന്റെ റോളർ കോസ്റ്റർ ലൈഫിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ അവരടുത്ത് ചോദിക്കാം, നിങ്ങൾ ജന്മമൃത്യു ജരാവ്യാധിയുടെ ഉള്ളിൽ ഇരിക്കുന്നവരാണ്, നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാൻ പറ്റും? അവർ ചോദിക്കുകയാണ് ഞങ്ങളും ചെയ്യണം മന്ത്രം. ഓക്കെ, യു ഷോ മീ ദാറ്റ് മന്ത്ര വേർ ഇറ്റ് ഈസ്. ഇൻ കലിയുഗത്തില് നിങ്ങൾ ഇപ്പൊ എല്ലാരും ഗുരുവായൂർ പോയിണ്ടാവും. എല്ലാരും ഈ കോൺഗ്രിഗേഷൻ ഇതിന്റെ ഉള്ളിലുള്ള ഒരു 90%, 95% have gone to ഗുരുവായൂർ. Correct or no? Yes, Prabhu. മാതാജി, ഈ ഓൺലൈനിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ we want the answer, ഈ ആൻസർ അറ്റ്ലീസ്റ്റ് somebody tell us so that we are in the flow then. Okay, ഇപ്പൊ എല്ലാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് എല്ലാരും അവിടെ പോയിട്ട് വന്നിട്ടുണ്ട്. എല്ലാരും അവിടുത്തെ ഭഗവാനെ എല്ലാം എൻജോയ് ചെയ്ത് എല്ലാം കഴിഞ്ഞു. പക്ഷെ അവിടെ ഒരു ശ്ലോകം എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ആ ശ്ലോകിനെ പറ്റി ഓർമ്മയുണ്ടാ? ഇതിന്റെ ഉള്ളിൽ പറയാൻ വേണ്ടി. That is the sloka of the Kali Yuga. But nobody is noticing this. People like me, a fallen soul, ഒന്നും അറിയാത്തൊരു വ്യക്തി ഇതിന്റെ മുന്നിൽ പോയി നിൽക്കാണ്. എനിക്ക് ഇതിനെ പറ്റി ഒരു സംഗതി അറിയില്ല. ഭാഗവതത്തിന്റെ ഉള്ളിൽ എൻറ്റർ ചെയ്തിട്ടില്ല, ബുക്ക് വായിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ഇത് പോയിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ ഭാഗവതത്തിനെ പറ്റി പ്രഭുജൻ മാതയ്യ, എന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഗുരു മഹാരാജ് അബുദാബിയിലുള്ളപ്പോ 2000 സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഗുരു മഹാരാജ് വരുമ്പോ എന്റെ ഡ്യൂട്ടിയാണ് ഗുരു മഹാരാജിനെ കൊണ്ട് എയർപോർട്ടിൽ വിടുന്നത്, കൊണ്ടുവരലില്ല. അങ്ങനെ പല മഹാരാജും, യു നെയിം ഇറ്റ് ഫ്രം ഹിസ് ജയ്സ് ഗ്രേസ് ജയപതാക മഹാരാജ് സ്വാമി, അങ്ങനെ എല്ലാരെയും ഡ്യൂട്ടിയാണ്. നമ്മൾ ഓരോ ഡ്യൂട്ടിയാണ് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ 1-to-1 ഡ്യൂട്ടിയാണ് ചില സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ when I come to Trivandrum, this is not the thing which has to be spoken in online. This is the thing, something we have to really sit and talk. Wonderful experience with ജയപതാക സ്വാമി മഹാരാജ്, മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജ്, എല്ലാ മഹാരാജ്മാരായിട്ട് പേഴ്സണൽ അസോസിയേഷൻ. നമുക്ക് ഇതെല്ലാം പറയുമ്പോൾ അതേമാതിരി എന്റെ ഗുരു മഹാരാജ് എന്നെ വിളിച്ചു. ഞാൻ ഗുരു മഹാരാജ് അടുത്ത് പോയിട്ട് പറഞ്ഞു, എനിക്ക് ശ്ലോക വായിക്കാൻ വേണ്ടി ഭയങ്കര പേടിയാണ്. എന്നെ ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഓക്കെ, യു ഫീൽ ഫിയർ. ഞാൻ ഇതെല്ലാം വായിക്കണ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. ശ്ലോക ക്ലാസ് ഐ ക്യാൻ ടേക്ക്, ശ്ലോകാസ് ഐ എം വെരി ഫിയറിങ്. So Maharaj told me one thing, that you don't take your children name. Yes, how do you take? Because I take daily. Yes, you read daily, then it will come to you. So that is how the practice is. Simple way answer ആണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാ, നിങ്ങൾക്ക് അത് പറ്റും. മഹാരാജ് പറയില്ല ഞാൻ നിങ്ങൾക്ക് ആശീർവാദം തരാം, നീ അത് പഠിച്ചിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചാല് ലോർഡ് കപില ഡിഡ്ന്റ് ടെൽ ദ സെയിം തിങ് ടു ദേവതി മാതാനോ. അമ്മയാണ് പ്രോബ്ലം പോയിട്ട് പറഞ്ഞു, ഈ ലോകം കൊണ്ട് ഞാൻ സിക്കായിരിക്കുകയാണ്. അപ്പൊ കപില മുനി അമ്മയാണ് നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ നിങ്ങളെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ഞാൻ നിങ്ങൾക്ക് വരദാനം തരാം. അല്ല, നിങ്ങൾക്ക് വേറെ ഒരു മാർഗമില്ല ഭക്തി യോഗ അല്ലാണ്ട്. Now here, coming back to the subject is Kunti Maharani here. Now Krishna, first of all, യുദ്ധം കഴിഞ്ഞിട്ട് ഒരു യുദ്ധം കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി കൃഷ്ണ പോവാനിരിക്കുമ്പോ പിന്നെ കൃഷ്ണനെ പിടിച്ചു വെച്ചിട്ട് പറഞ്ഞു പോവണ്ട പറഞ്ഞിട്ട് കൃഷ്ണൻ നിന്നു. ആ നിൽക്കുന്ന റീസൺ അവിടെ എന്താണെന്ന് വെച്ചാല് കൃഷ്ണ ഹാസ് ടു, നമ്മള് പ്രിയകാമായ മീൻസ് കൃഷ്ണ, നമ്മള് ഭാഗവതത്തിന്റെ ഉള്ളില് നമുക്ക് നോക്കാന്ന് വെച്ചാല് വിശാഖപായ പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആരെ പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണ അവിടെ നിൽക്കുന്നത്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെൻ പീപ്പിൾ ആർ വാച്ചിങ് ഫ്രം ദ വേൾഡ്. ഭഗവത്ഗീതയുടെ ഉള്ളിൽ യുദ്ധം നടന്നു, എല്ലാരും മരിച്ചുപോയി, എല്ലാരും ഓപ്പോസിഷൻ പാർട്ടി കുറെ പേര്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് കൃഷ്ണ ഓൾസോ ലോസ്റ്റ് ഈസ് സം ഡിയർ വണ്ണിന്റെ ബന്ധക്കാർ, കൃഷ്ണയുടെയും ബന്ധക്കാർ അതിന്റെ ഉള്ളിൽ എല്ലാം. ഓൾ ദ കൃഷ്ണ ഹാസ് ബീൻ കണക്റ്റഡ് ബൈ ഓൾ ദ വേ, എല്ലാം വേണു കൃഷ്ണ റിലേറ്റീവ്സ് ആണ്. When we see Arjuna was compassion, Arjuna didn't fight the war, Arjuna was compassion. We are seeing that all things. But that compassion made Krishna to speak Bhagavatam, Bhagavad Gita. അല്ലെങ്കിൽ ഈ കമ്പാഷൻ ഒന്നുമില്ല, റെഡിയാണ് യുദ്ധം ചെയ്താൽ അവിടെ യുദ്ധം, പിന്നെ യുദ്ധം മാത്രമല്ല അവിടെ നടക്കുള്ളൂ. അർജുന ഈസ് ടെല്ലിംഗ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു, ഞാൻ ഭിക്ഷ അടിക്കാൻ പോവാൻ തയ്യാറാണ്. The word ഭിക്ഷ
I think 2.6 in Bhagavad Gita. പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ പ്രഭുപാദ എഴുതുന്നില്ല. 2.7, I think 2.56 or 7 ഉള്ളിൽ പ്രഭുപാദ എഴുതാണ്. That is the thing that is the best, where Arjuna is born in the royal family house in the ഉള്ളിൽ വലിയ കൊട്ടാരത്തിന്റെ ഉള്ളിലെല്ലാം ജനിച്ചു വളർന്ന Arjuna is ready to not, Arjuna is not telling that he will go to big and sit in his house. He's telling, I am ready to go to do Bhiksha, then fight. That is all one category ആണ് അവിടെ. ഒരു ക്യാരക്ടർസ് നമ്മൾ അവരെ കാണാൻ അവരുടെ. That is what is the അതിന്റെ ഉള്ളിൽ നിന്നെല്ലാം into വന്നിട്ടാണ് Krishna is forced to speak to Bhagavad Gita then. അതല്ല വെറുതെ അർജുന ഒന്നും ചെയ്യാണ്ട് അർജുന is പറഞ്ഞില്ലേ അർജുന നമ്മൾ ഇവിടെ എല്ലാം സംസാരിക്കുമ്പോ ഒരേ റോള് കാണണം മാത്രം. How they are. Arjuna is such a big archer, such a big personality. ഈ വെറുതെ അല്ലേ പ്രാക്ടീസ് ചെയ്യണത് ഇങ്ങനെല്ലാം കേട്ടിട്ടില്ല. അർജുന രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ലൈറ്റ് ഇല്ലാണ്ട്, അവര് പണ്ടത്തെ എല്ലാം രാത്രി ലെന്റൽ ലൈറ്റ് അല്ലേ, ആ ലൈറ്റ് ഇല്ലാണ്ടായിപ്പോ ഭക്ഷണം ഓട്ടോമാറ്റിക് വായിൽ കൈകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അർജുന വിചാരിച്ചാൽ ഈ ഭക്ഷണം എനിക്ക് കൈകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ hand and mouth coordination is happening very smoothly. The synchronization is happening very smoothly. The coordination between mind, hand and mouth is happening. അപ്പൊ എനിക്ക് രാത്രി ഈ ആർച്ചറി എന്തിനു പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല? That practice is going on in the night. That kind of terrible devotees there. നമ്മള് ഇവിടെ ഇനിയിപ്പോ കുന്തി മഹാറാണിയുടെ വരുമ്പോ അപ്പൊ അർജുൻ കൃഷ്ണ stayed there because who? അവിടെ കൃഷ്ണന്റെ പെങ്ങളുടെ Abhimanyu, Krishna's sister is Subhadra, her son passed away. Uttara's husband, Arjuna's son, these are our close relatives. Krishna is staying there to pacify and please them. You see the steps. What is Krishna doing all? This is all the things when we have to learn, നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയാണ്, we have to go and stay, not there just go and just drop something and come back. If they are close to our heart, this is the thing what Krishna is teaching us. First example from here. യുദ്ധം കഴിഞ്ഞു മാത്രം തുടക്കത്തിൽ ഇപ്പൊ നാം പറഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പറയാൻ പല കാര്യങ്ങൾ പറയാം. ഇപ്പൊ കുന്തി മാരനെ ഗ്ലോറിഫൈ ചെയ്ത് ബട്ട് യു സീ ദ സ്റ്റേജ് ഹിയർ നൗ. പ്രഭുപാദ് ഈ കുന്തി മാരാണി ചാരിറ്റിയിൽ ഇരുന്നിട്ടല്ല പോണത്, സോറി കൃഷ്ണ, അവിടെ വെച്ചിട്ടാണ് കുന്തി മാരാണി ഈ പ്രേയേഴ്സ് പിടിച്ചിട്ട് പറയണത്. അപ്പൊ അവിടെ what is that prayers is? First things to persuade Krishna to stay, thanking Krishna, and then there is a separation. ഈ മൂന്ന് ആണ് കൃഷ്ണ പോവാണ്. That is one separation part. The second part, she want to persuade Krishna to stay and she want to thank. How are we going to thank Krishna? How are we going to thank Krishna in this material world? Ravi and Mati, how are we going to thank Krishna? Hare Krishna. By hearing and remembering of his past leelas. Okay, what did Kunti Maharani do? Glorifying him. By glorifying him. What did Kunti Maharani do? Kunti Maharani seeks help by the prayers, by the prayers. Uttama sloka. We have to prayer. നമ്മളെ കയ്യിൽ എത്ര കാശ് കൊടുത്താലും ഒന്നും കൃഷ്ണനെ നേടാൻ പറ്റില്ല. However big bungalow you have, however big mall you have, Krishna doesn't care about that. Duryodhana had everything, whatever he want. When he came to have a peace settlement, Duryodhana invited Krishna to come and have lunch. Where did Krishna go and eat lunch? In Vidura's house. Correct or no? Yes, Prabhu. Why is that? Duryodhana mall is bigger. He's having a mall. എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ളത്. But Krishna wants love. Prema pumarto mahan. Krishna wants love. ഇവിടെ ഇപ്പൊ സംഭവിക്കണമെന്ന് വെച്ചാല് we are seeing the, you see Mataji, and നമ്മളെ ഫസ്റ്റ് കാന്റോയുടെ ഉള്ളില്
നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ എല്ലാവരുടെ കയ്യിലും ബുക്ക് ഉണ്ട്. ഇപ്പൊ ഐശ്വര്യ മാതാജി ഇത് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കിയ കൃഷ്ണ തേരിൽ ഇരിക്കണു. ആ തേരും എല്ലാം പുഷ്പങ്ങൾ ഇട്ട്. കൃഷ്ണ ഇസ് നോട്ട് സിറ്റിംഗ് ലൈക്ക് ദാറ്റ്. കൃഷ്ണ ഇസ് സിറ്റിംഗ് ഇൻ എ ബെഡ് വിത്ത് ഫുൾ ഓഫ് ഫ്ലവേഴ്സ്. അതിന്റെ ഉള്ളിൽ എല്ലാം കൃഷ്ണ ഇരുത്തിയിട്ടാണ് കൃഷ്ണ റെഡി ആയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാല ഇടണു, അർജുന കൊട പിടിക്കണു. പിന്നെ അവിടെ ആ പോണ സമയത്ത് ആ ഫോട്ടോയുടെ ഉള്ളിൽ നമുക്ക് ഇത് പരമാർത്ഥ ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഭയങ്കര മീനിങ്സ് ആണ് ഇതിന്റെ ഉള്ളിൽ. ഓരോ ബുക്കിന്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞാൽ മീനിങ്സ് ഇസ് വാട്ട് യുനോ. ആ ഭഗവത്ഗീത നമ്മളെ വീട്ടിന്റെ എൻട്രൻസിൽ വെച്ചാൽ മതി. നമ്മളെ പിള്ളേര് സ്കൂളിൽ പോകുമ്പോ, ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോ, മാതാജി എല്ലാം ആ ഭഗവത്ഗീത ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ശ്ലോക ഇന്നത്തെ ഷൺവന്തി ഗായന്തി ലാസ്റ്റിലെ പദാംബുജം we will get from that sloka. That is what one word is, that you know that who is glorifying on the page of Bhagavata at the last stage. ആ രൂപം കണ്ടിട്ട്, ആ രൂപം ഭഗവത്ഗീതയുടെ ഫ്രണ്ട് പേജിന്റെ രൂപം കണ്ടിട്ട്, പാർത്ഥസാരഥിയുടെ രൂപം കണ്ടിട്ട് ആരാണ് പ്രാർത്ഥിക്കുന്നത്? Last stage. Bhishmadeva. What is that prayer? Where is that prayer? So first canto lana. First canto, sloka number 9.39. We'll recite now that one. You can write a note and we'll go into that. Just we have to dive. ഞാൻ പറഞ്ഞില്ല, കുന്തിമാരാണി എല്ലാരും നോക്കുന്നുണ്ട്, ഫോട്ടോ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, എല്ലാരും ഉണ്ട്, എല്ലാരും. അപ്പൊ ഇത് മാതാജി ഈ വീട്ടിന്റെ ഉള്ളിൽ ഈ ചിത്രം, ഗുരു മഹാരാജ് എന്താ പറയണെന്ന് വെച്ചാല്, നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലെല്ലാം ഫോട്ടോ ഒട്ടിക്ക്. നിങ്ങളെ വീട്ടിന്റെ ഉള്ളിലെല്ലാം ഫോട്ടോ ഒട്ടിക്കുക. അത് എന്തിനാണ്? നമ്മൾ വിചാരിക്കുക എന്റെ വീട്ടിന്റെ ഉള്ളില് ഞാൻ വലിയ സ്റ്റാറിന്റെ ഫോട്ടോ ഒട്ടിക്കും. പ്രഭുജൻ മാതാജി, നമ്മളെ ഈ സ്റ്റാർ മാറി ഈ ഫിലിം ഡോം, സ്റ്റാർ ഇൻഡസ്ട്രീസ്, ഫെറ്റർനിറ്റീസ്, വാട്ട് ദേ ആർ ഗോയിങ് ടു ടീച്ച് യു നോ. നമ്മളെ ഈ ശ്ലോക പഠിപ്പിക്കുന്നത് ഈ മീനിങ് ഇസ് ബർത്ത് ആൻഡ് ഡെത്ത്, റോളർ കോസ്റ്റർ. അവര് നമ്മൾ കാണാൻ, നമുക്ക് അവര് പഠിപ്പിച്ചു തരാൻ പോണെ, നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ ഫിലിം ഇൻഡസ്ട്രീസ് ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് പാന്റും വൈറ്റ് ലുങ്കിയും എല്ലാം ഇട്ട് ഒരു കണ്ണാട, ബ്ലാക്ക് കണ്ണാട ഇട്ടിട്ട് വരും. അവര് കരയാണ്, അവര് ഉള്ളിൽ ആർക്കും, അവര് ദുഃഖത്തിലാണ്, അവര് ശോകത്തിലാണ്, അവര് ഭയങ്കര ഇതിലാണ്. അതേമാതിരി 10 പേര് വരുമ്പോ അതും വരും, നമ്മളും തുടങ്ങും അതേമാതിരി ഒരു ലുങ്കി ഇട്ട് പോകും, ഒരു ഇത് കഴിഞ്ഞ് വരും. What is this life? You need to understand from Maharaj message. Maharaj is telling, put on all the walls, on your house, Krishna's photo. Why is that photo? 1.9.39. Now Bhishma Dev is glorifying about Bhagavad Gita's ആ ആചാര്യന്മാര്, ആ ഉണ്ടാക്കിയ ആള് ആ ഭഗവത്ഗീതനെ നമിക്കണു. ആ ഫോട്ടോനെയാണ് ഇത് ഭഗവത്ഗീത ആയിട്ടുള്ള ഈ ഉണ്ടാക്കിയിട്ട് പ്രഭുപാദ് ബുക്ക് പ്രിന്റ് ചെയ്തിട്ടും ഭഗവത്ഗീത പ്രിന്റ് ചെയ്ത് എല്ലാം വന്നില്ല. അതിന് മുന്നത്തെ ആചാര്യകൾ, അതാണ് ആ ഫുട് പ്രിന്റ്, അതാണ് അതിന്റെ ബുക്കിന്റെ ചട്ട, അതാണ് അതിന്റെ ചട്ട. പ്രഭു, യു ഫർഗെറ്റ് യു റീഡിങ് ഭഗവത്ഗീത. മഹാരാജ്, ഞാൻ ട്രിവാൻഡ്രത്തിൽ വരുമ്പോ ഇഫ് കൃഷ്ണ വില്ലിങ്, മഹാരാജ് ഒരു ബുക്കിൽ വെറുതെ എന്റെ സൈൻ ചെയ്തോളൂ. ഉമാപ്രതാപ് മാതാജിക്ക് അറിയാം. മഹാരാജിനെ ഞാൻ പിടിച്ചിട്ട് മഹാരാജ് എനിക്ക് സൈൻ വേണം, ഓട്ടോഗ്രാഫ് വേണം പറഞ്ഞു ബുക്കിന്റെ ഉള്ളിൽ സൈൻ ചെയ്ത വ്യക്തിയാണ് ഞാൻ. വണ്ടിയിൽ എയർപോർട്ടിൽ ഇങ്ങനെ സൈൻ മഹാരാജ് സൈൻ ചെയ്തു, ഇറങ്ങണ വരെ സൈൻ ചെയ്തില്ല. ആ ബുക്ക് തമാശയ്ക്ക് പിടിച്ച് വായിച്ച് ഒരു 5-6 ടൈം ഇരുന്ന് വായിച്ചു, ഒരേ ശ്ലോക വായിച്ചിട്ട്. എന്താണ് ടച്ചാണ് അവിടെ. അതേമാതിരി ഭഗവത്ഗീത നമ്മൾ നോക്കുമ്പോ ആർക്കും അറിയില്ല, വീട്ടിന്റെ ഉള്ളിൽ ഒരു കോർണറിൽ ഇട്ടിരിക്കുകയാണ്. അത് നമ്മളെ പാലക്കാട് നമ്മളെ ഡിവോട്ടി സ്വയംസിദ്ധ പ്രഭുയുടെ വീട്ടിന്റെ ഉള്ളിൽ ഓൾട്ടറിന്റെ ഉള്ളിൽ ഭഗവത്ഗീത വെച്ചിരിക്കുകയാണ്. ഞാൻ അവരെ അബുദാബിയിലുള്ളപ്പോ ഐ തിങ്ക് ദർ സ്റ്റിൽ നമസ് പ്രഭുണ്ട്, അവർ നമ്മളെ ഗോഡ് ബ്രദർ, അവരുടെ വീട്ടിനുള്ളിൽ ഓൾട്ടറിനുള്ളിലാണ് ഭഗവത്ഗീതനെ വെച്ച് പൂജിക്കുന്ന അവര്. 1.9.39. മാതാജി, can you take that ശ്ലോക? And sorry, അത് എടുക്കാം. ഓക്കെ, അതിന്റെ എന്താണ് നല്ല രീതിയിൽ നോക്കൂ എല്ലാരും. വിജയരത്തെ കുടുംബാത്താത്ത തോത്രേ ദൃഢയ രശ്മിനിക്ഷിണിയ ഭഗവതി രതിരസ്തു മുമുഷൂർ യം യ നിരീക്ഷ്യതാത്ത സ്വരൂപം. What beautiful, what is the glorification here? At the moment of that, ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് വാക്ക് ഇതിൽ കണക്ട് ചെയ്യണ ഈ ശ്ലോകയുടെ മുമുഷൂർ. നമ്മൾ മരിച്ചു പോണ സമയത്ത്
Bhishmadev Vittubumba Mumushu at the last. What is the translation there? It says, one who is about to die. One who is about to die, that Bhishmadev is about to die, is at the Mataji, the Malayalam വായിക്കോ please. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം ശിലപ്രഭ. മരണവേളയിൽ എന്റെ പരമമായ ആകർഷണം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ. വലത് കരത്തിൽ ചാട്ടവാറും ഇടത് കൈയിൽ കടിഞ്ഞാണുമേന്തി എല്ലാ തരത്തിലും അർജുനന്റെ രഥത്തെ അതീവ ശ്രദ്ധയോടെ സംരക്ഷിച്ച പാർത്ഥസാരഥിയിൽ ഞാൻ എന്റെ മനസ്സ് ഏകാഗ്രമാക്കുകയാണ്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിന്റെ ദർശനം നേടിയവർ മരണശേഷം തങ്ങളുടെ മൗലിക രൂപം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. Correct or no, Mataji? ഹരേ കൃഷ്ണ. ഇതിന്റെ കവർ, ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, പർപ്പട്ടിന്റെ ഉള്ളിൽ വായിച്ചു കഴിഞ്ഞാൽ പ്രഭുപാദ് എഴുതിയിരിക്കുകയാണ്, ഭീഷ്മദേവ് അർജുനനെക്കാളും കൂടുതൽ യുദ്ധത്തിൽ കാണുന്നത് ഭീഷ്മദേവാണ് കൃഷ്ണനെ കാണുന്നത്. യുദ്ധത്തില് he was the marshal of the opposition army. Who was the Bhishmadev? Krishna is sitting in the front, Arjuna is backside, and Bhishma is opposite. So what is Arjuna seeing of Krishna? Backside ആണ് കാണുന്നത്. ആര്? അർജുന കൃഷ്ണയുടെ കാണുന്നത്. ബട്ട് who is front side കാണുന്നത് ആരാണ്? ഫുൾ ഭീഷ്മദേവാണ് ഓപ്പോസിറ്റിൽ ഇരുന്ന് യുദ്ധത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാതാജി അതിനെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ്. പാർത്ഥസാർത്ഥിയായിട്ടുള്ളത് വർണ്ണം കൊടുക്കാണ്. അതാണ് ചിത്രത്തിൽ അടിച്ചിട്ട് മുമുഷൂർ ദൈ. നമ്മൾ ചാവണ സമയത്ത് ബുക്ക് എവിടെയെങ്കിലും കണ്ടാൽ മതി. ഇത് കഴിഞ്ഞു. നമുക്ക് അത്രയും മാത്രം വേണ്ടോ മതി. നമുക്ക് കുറെ ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. വി കനോട്ട് ഡു വാട്ട് ദ ആചാര്യ സ്റ്റാൾവേഴ്സ് ഹാവ് ഡൺ. നമ്മൾ അവിടേക്ക് എത്തണമെങ്കിൽ നമുക്ക് കുറെ സ്ട്രഗിൾ ചെയ്ത്, കാരണം നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിന്റെ ഉള്ളില് അല്ലെങ്കിൽ വല്ല വീട്ടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ടിരിക്കണം. കാരണം വി ആർ ഇൻ മിഡിൽ ഓഫ് ദ ഫാമിലി, ഗ്രസ്ത ലൈഫിന്റെ ഉള്ളിലാണ്. കാരണം ഇന്നത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇപ്പൊ ഇവിടെ ഈ ചട്ട ഓഫ് ദിസ് കുന്തി മഹാറാണിയുടെ പ്രേയേഴ്സിന്റെ ഉള്ളിൽ നോക്കുമ്പോ വാട്ട് യു ആർ സീയിങ്, യു നോ മാതാജി ആൻഡ് പ്രഭു, നമുക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ക്ലാസ് ആരെടുത്തുണ്ടെന്ന് എനിക്ക് അറിയില്ല. മൈറ്റ് ബി ദേ ഹാവ് ടേക്കൻ ദേ ഹാവ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, യു നോ. ഇതിന്റെ ഉള്ളിലും കുന്തി മഹാറാണി കരയണതും പ്രാർത്ഥിക്കുക എല്ലാം മാത്രം കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലത്തെ അപ്പുറത്തും ഈ ഇരിക്കുന്നത് ഈ ഗാന്ധാരി, പിന്നെ ദ്രൗപദി, സുഭദ്ര, ദ്രോണാചാര്യർ, ഇവരെല്ലാം ഉണ്ട്. 1.110 ഉള്ളിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഭീഷ്മ, നമ്മളെ യുധിഷ്ഠിർ, ഭീഷ്മ, അർജുന, ഇവരെല്ലാരും നിന്നുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ പോവരുത്, പ്രാർത്ഥിക്കുക. കാരണം ദേ ആർ, you just imagine, we people are coming to the program by hearing something, and നമുക്ക് ഇവിടെ ഇരുന്നിട്ട് we are in the separation. നമുക്ക് സെപ്പറേഷനിലാണ് ഇത്. നമ്മളെ കണ്ടീഷൻ, നമ്മൾ ഒരു തവണ ഇത് കേട്ടിട്ട് നമ്മൾ ഈ അവസ്ഥയാണ് ചില നമ്മൾ പറയാണ്, നമ്മൾ വി ആർ സോ കോൾ ഡിവോട്ടീസ്, നമ്മൾ പറയാം നമുക്ക് ഭയങ്കര സെപ്പറേഷൻ. You just imagine the part of that Pandavas family. അവര് ഭക്ഷണം കഴിക്കണു, ഇരിക്കണു, സംസാരിക്കണു, ചിരിക്കണു. Arjuna and Krishna was sleeping. This all things, they are so intimate, close friends. അവിടുന്നാണ് സെപ്പറേഷൻ. യു ജസ്റ്റ് ഇമാജിൻ. അത് കഴിഞ്ഞു. ഇതിന്റെ ഉള്ളിൽ ഇവരൊരു സംഗതി നമുക്ക് മനസ്സിലാക്കാം. But what the picture is not clarified here, what we are posting, but go to Bhagavad Gita where Prabhupada has printed this picture and watch that picture. അതിന്റെ ഉള്ളില് ഇവിടെ Kuru dynasty ഉള്ളിലെ royal ladies. See, we can understand വൃന്ദാവനിൽ കൃഷ്ണ വിട്ട് വരുന്നത് ആരെയായിരുന്നു? അവിടുന്ന് മലയാളത്തിൽ എങ്ങനെ പറയാ, the coward boys, പിന്നെ അവിടുത്തെ ഉള്ള, പിന്നെ okay, Radharani was there, but there were all from അവരുടെ കുടുംബത്തിലെ ചെറിയ കവേർഡും പിന്നെ അങ്ങനത്തെ കുടുംബത്തിലായിരുന്നു. Here who are they are all royal dynasty ഉള്ളിലത്തെയാണ് ഇരിക്കുന്ന കൃഷ്ണയുടെ ബന്ധക്കാർ ഇവിടെ ഹസ്തിനാപുരത്തിന്റെ ഉള്ളില്. അവർ ഈ നമ്മളിപ്പോ ഭഗവത്ഗീതയുടെ ഉള്ളിൽ എന്താ പറയുന്നത്, they were all in തലയില് ഇതെല്ലാം ഇട്ട് അവര് ഭയങ്കര ഡ്രസ് കോഡാണ്. അതിനായിട്ട് they will not come in the front, ലാംലൈറ്റ് ഇങ്ങനെ ഇപ്പൊ വരില്ല. അവര് എവിടെ നിന്നിട്ടാണോ പ്രാർത്ഥിക്കണ അറിയണ്ട.
Kunti Maharani is praying near the chariot, but there is other prayers also going on. From where are they praying? Mataji and Prabhuji's. Do you know? കെട്ടിടങ്ങൾ മുകളിൽ Exactly, beautiful. കെട്ടിടത്തിന്റെ മേലെ നിന്നിട്ട് അവർക്ക് ഉത്തമ ശ്ലോകാസ് പറയാണ്. വർണ്ണത്തിൽ എന്താ പറയണെന്ന് വെച്ചാൽ ഇത് മന്ത്രം ഇതിനേക്കാളും വലിയ വലിയ ശ്ലോകാനേക്കാളും വലിയ വലിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് വർണ്ണിക്കുകയാണ് കൃഷ്ണനെ. അവര് എന്താണ് നടന്നിട്ടുള്ളത്? അവരുടെ ബന്ധക്കാര് അവരെ മകനെ കൊന്നുണ്ടാവും, അവരെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്, അവരെല്ലാരും പോയിട്ട് അവരെല്ലാരും യുദ്ധത്തിൽ പോയി. സ്ത്രീകൾ അവിടെ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് പോരാ, അവര് കരയാണ്. കരഞ്ഞ് 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 അവരുടെ രൂപം ആ കാണേണ്ട രൂപമായിരുന്നു ആ കരച്ചിൽ. ആ കരച്ചിലിന്റെ ഉള്ളില് അവര് വേറൊരു സംഗതി നടക്കാണ് അതിന്റെ ഉള്ളില്. ആ കരയുമ്പോ അവര് കിടന്നിട്ട് എന്താ വിചാരിച്ചത്? ഇനി ഇത് കരഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവോ? അവർക്ക് കരയാനും പറ്റണില്ല, ദുഃഖിക്കാനും പറ്റുന്നില്ല, ഒന്നും. എന്താ കരഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ വിചാരിക്കുന്നത് ആവാൻ പോണത്? What are they thinking if we cry? Normally ഇന്നത്തെ കാലത്ത് ആരെയും നമ്മൾ കുറെ കരഞ്ഞു കാണിച്ചു കൊടുക്കാം. ഓക്കെ, അവര് Prabhuji and Mataji, they want to cry, but they are not able to cry because they are thinking something in the mind. What are they thinking? They are thinking, Malayalamil in a walk, somebody can tell if ദുശകുന എന്ന് വിചാരിച്ചിട്ട് yes. ഇത് വിചാരിച്ചിട്ട് അവർക്ക് കരയാനും പറ്റണില്ല. അവര് കരച്ചിൽ ഇങ്ങനെ കണ്ണിന്റെ ഉള്ളിൽ പിടിച്ചു വെക്കാൻ പറ്റോ? ഇല്ല. അവരിങ്ങനെ സഹിച്ചോണ്ട് നിൽക്കാണ് മാതാജി and Prabhuji. That is this Kunti prayers-ന്റെ ഉള്ളിൽ നമ്മൾ ഇതെല്ലാം കാണുമ്പോഴല്ല. കുന്തി മാതാജി, പിന്നെ പലരും വിചാരിക്കും കുന്തി മഹാറാണിയുടെ പ്രാർത്ഥനയില് കുന്തി മഹാറാണി അവരുടെ വീട്ടുകാരെ ഇത് ചെയ്യാനല്ല മാത്രം പറയണുള്ളൂ. എന്നെ കൃഷ്ണ നിങ്ങൾ പോവരുത്, എന്റെ വീട്ടിന്റെ പ്രോബ്ലം ഇപ്പൊ തീർന്നിട്ടില്ല, ഇനി നിക്കോ. This is what people will think. That is what in the discussion of one Acharya is giving. But see, they are also telling, no. Why is Krishna? Why is that Kunti Maharani is telling that Krishna, you stay with me and give me the calamities again and again. Give me more and more. They want to let Krishna give them more and more problem. They are telling, give us. This sloka is connecting to that sloka. We have to connect each other. Bhagavatam is not like sit one sloka and meditate on it. You read. Don't do the postmortem. നമുക്ക് കൂടുതൽ ഇതൊന്നും ചെയ്തിട്ട് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ആർക്കും. നമുക്ക് നമ്മളെ സ്വയം വേണ്ടിയിട്ട് ആദ്യം കൺവിൻസ് ആവണം ഇതിന്റെ ഉള്ളിൽ നിന്നുള്ളത്. Then you weigh the Maharaj is, your Maharaj is teaching you, your congregation is teaching you. നമ്മൾ ഓരോന്നുമായിട്ട് ലിങ്ക് ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ പോകുമ്പോ Praveen Mate, time is running. I'll just finish in 5 minutes, I think. Saturday is holiday there in Trivandrum. Hare Krishna. Today working day. Okay, so I'll finish in 5 minutes. Okay, so ഇവിടെ എന്താണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്? ഇതെല്ലാം അവിടെ മോളിലിരുന്ന് കരഞ്ഞ്, പിന്നെ അവരെല്ലാം റോയൽ ഫാമിലിയുടെ ഉള്ളിലത്തെ ആളുകളാണ് ഇതെല്ലാം ചെയ്യണത്. ഒരു സൈഡില് you see that the comparison between the love of it is not that we are poor, Vrindavanil coward boys aanu, Gokula family ide ullinaanu, nangal royal family, namukku adu cheyan pattilla. Alla, there is nothing in comparison to love. Onnulla, ella ingane adu kayinittu ipo ee sloka connect cheyumba ഇപ്പൊ എനിക്ക് നമ്മളിപ്പോ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പൊ ഓക്കെ വി ആർ ഗോയിങ് ടു ടെൽ പശ്യന്തി എന്ന് മഹാരാജ് പറയണ, നിങ്ങൾ ഫസ്റ്റ് 5 വേർഡ്സ് ഓഫ് ദിസ് ഇതിന്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ സെക്കൻഡ് ഷൺവന്തി ഗായന്തി അഭീക്ഷ്ണ സ്മരന്തി നന്ദന്തി തവിത ജന. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ 5 മുകളിലത്തെ സെക്കൻഡ് ലൈൻ വിൽ ഗീവ് യു, നമുക്ക് ഒരു സാധനം ഗ്യാരണ്ടി ആയിട്ട് ഇന്നത്തെ കാലത്ത് nothing you will get in material world. This sloka is giving you a guarantee. Guarantee means what? Material world guarantee is now stop, it has become warranty.
നമ്മൾ ഒരു സാധനം നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് 9 മില്യണിൽ ഒരു സാധനമാണ് ഗ്യാരണ്ടി ഉള്ളത്. പണ്ട് നമ്മള് ഒരു 50 വർഷം മുന്നേ ഒരു ടൈപ്പ് റെക്കോർഡും ഇത് വാങ്ങിയാൽ നമുക്ക് ഗ്യാരണ്ടി ആയിരുന്നു കടയിൽ പോയി തിരിച്ചു. ബിക്കോസ് ദാറ്റ് വാസ് ദ വർക്ക്മെൻഷിപ്പ്. ഇന്ന് ഒന്നുമില്ല. ഇന്ന് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇതാണ്. ഇപ്പൊ നമുക്കൊരു ശ്ലോകം ഉണ്ട് ഇവിടെ. ആ ശ്ലോകയുടെ ഉള്ളിൽ എല്ലാം ആൻസർ കിട്ടും നമുക്ക്. ഞാൻ ഇത് എന്തിനാണ് കൃഷ്ണനെ ചാൻഡ് ചെയ്യുക? അറേ, ഞാൻ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാൻ ചാവാൻ പോണ സമയത്ത് ഞാൻ എന്റെ പല പൊളിറ്റീഷ്യന്മാരെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഞാൻ അവരെ അറിയണവരാണ്. ഇവിടെ ഭാഗവതം പറഞ്ഞ ആരാണ് നിനക്ക് വരാൻ പോണത്? നീ ഭഗവാനെ പറ്റി ജപിക്കുമ്പോ, ഭഗവാനെ പറ്റി റിമെമ്പർ ചെയ്യുമ്പോ, ഭഗവാൻ പിന്നെ അതും കണ്ടിന്യൂസ് ആണ്. ഈ കണ്ടിന്യൂസ് ബിസിനസ് ആണ്. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം മാത്രം സൺഡേ വന്ന് പ്രോഗ്രാം ഇരുന്ന് പോകും, ബാക്കി ദിവസം വീട്ടിൽ കിടന്ന് പുട്ടടിച്ച് കിടന്നുറങ്ങും. അതുകൊണ്ടൊന്നും നടക്കാൻ പോണില്ല. ഇത് കണ്ടിന്യൂസ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളില്. അഭിഷ്ണയുടെ മീനിങ് എവിടെയാണ്? അത് ഇഫ് യു സീ ദാറ്റ് ഈസ് കണ്ടിന്യൂസ്ലി. യെസ്, ഐ തിങ്ക് യെസ്, ഇവിടെ കണ്ടിന്യൂസ് ബിസിനസ് ആണ്. അപ്പൊ അതേമാതിരി അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പരീക്ഷിത് ഇതിന്റെ ഈ ശ്ലോക യു ടേക്ക് ഇറ്റ് ബാക്ക് ടു പരീക്ഷിത് മഹാരാജ്. പരീക്ഷിത് മഹാരാജ് ലോകം വിട്ടു പോകുമ്പോ ഞാൻ പറഞ്ഞില്ലേ, ഭഗവാന്റെ ഈ ഉണ്ടാക്കിയ ചട്ടകള് വീട്ടിൽ ഈ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടോണ്ടിരുന്ന നമ്മളെ ചാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ ഇതിന്റെ ഉള്ളിൽ ഓരോ വാക്കുകൾ പറയാണ്. ഇഫ് യു റീഡ് ഭഗവത്ഗീത, ഈ മരണം നമുക്ക് പേടിയാണ്. പക്ഷെ മരണം തന്നെ ഈ പേടി തന്നെ എല്ലാം ഓടിപ്പോവും. ഐ തിങ്ക് 8.2.33 യശ്കശ്ചിനേശോ ബലിനോത കോർഗാത് പ്രചണ്ഡ വേഗാത് അഭിധാവതോ വിഷം ഭീതം പ്രപന്നം പരിപാദിയദ്ഭയം മൃത്യു പ്രദാവതന്നം തമീമേ. നമുക്ക് മരണം വരുന്നത്, ആ മരണം തിരിച്ചു പേടിച്ച് ഓടിപ്പോവാണ്. യമരാജ് എന്താ പറഞ്ഞത്? അവരുടെ ദൂതന്മാരുടെ അടുത്ത് എന്താ പറഞ്ഞ? അവരുടെ അസിസ്റ്റന്റ് അടുത്ത്, നീ ആരെയും കൊണ്ടുവന്ന ഹരേ കൃഷ്ണ ജമിക്കുന്നവരെ കൊണ്ടുവരരുത്. ബാക്കി നീ ആരെ വേണമെങ്കിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടിട്ട് വിഷ്ണു ദൂതയുടെ ഡ്യൂട്ടിയാണ്. വെറുതെ ഒരു ടൈം ദിസ് ഈസ് ദ പൊട്ടൻസി, ദിസ് ഈസ് ദ പൊട്ടൻസി. ഞാൻ ഇപ്പൊ ഏതെങ്കിലും വലിയ വലിയ പൊളിറ്റീഷ്യന്മാരായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആക്കി, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് ആവശ്യം ഉണ്ടായപ്പോ അവരെ ടെലിഫോൺ വിളിച്ച് അവര് ടെലിഫോൺ എടുക്കില്ല. അവര് ടെലിഫോൺ ബിസിയാവും, അവരുടെ ടെലിഫോൺ ബന്ധായി പോകും. അല്ലെങ്കിൽ അവര് പറയും ഞാൻ ഈ പാർലമെന്റിലാണ്, ഞാൻ വല്ല VIP വീട്ടിലാണ് ഇരിക്കുന്നത്, എനിക്ക് ഇത് കണ്ടുകൊണ്ട് നിങ്ങളെ ഫോൺ അല്ലെങ്കിൽ എന്റെ ഫോൺ ബന്ധായി പോകും, ബാറ്ററി ഇല്ലാണ്ടായി പോകും. ഞാൻ ഇരിക്കാൻ പോണത്, ഞാൻ ജമിക്കാൻ പോണത് എനിക്ക് അറിയണം. ഞാൻ ജമിക്കുന്ന ആള് ഇവിടുന്ന് വിളി കേട്ട് കഴിഞ്ഞാൽ ആള് മോളീന്ന് ഒരൊറ്റ ഷോട്ടില് വരണം എന്റെ അടുത്ത്. അത് ആരായിരിക്കണം? അതേമാതിരി ഇവിടുന്ന് പ്രഭുവൻ മാത്രമേ നമ്മൾ ഇവിടുന്ന് ഫിസിക്കലി ആയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് മെറ്റീരിയൽ വേൾഡ് ഹൈ ജമ്പ് റെക്കോർഡ് ഈസ് ഓൺലി 2.45 മീറ്റേഴ്സ്. നമ്മൾ ഒരാള് ഇവിടുന്ന് ജമ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഫിസിക്കലി ഓടി വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ക്യൂബയുടെ ഒരാളാണ് റെക്കോർഡ് ഉള്ളത് 2.45 മീറ്റേഴ്സ്. ഒരു കഥകിന്റെ ഹൈറ്റിലാണ് ആള് ഇങ്ങനെ വന്ന് ചാടിയിട്ട് ജമ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് കൃഷ്ണ ഇവിടുന്ന് കാല് വെച്ചപ്പോ എല്ലാ 3 ലോകങ്ങളും കവറായി. അതേമാതിരി മോളിന്ന് താഴ്ത്തു വന്നപ്പോഴും ഗരുഡ ലാൻഡ് ചെയ്യണതിന് മുന്നേ കൃഷ്ണ അവിടെ അടുത്ത് ചാടി. ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചാടിയത്? ഗരുഡിന്റെ മോളിൽ നിന്ന് വന്നപ്പോ ഗജേന്ദ്രന്. താഴ്ത്തുനിന്ന് മേലെ വെക്കുമ്പോ കാല് 3 ലോകം എടുത്തത് ആരുടെയാണ്? വാമനൻ. So that is what we need. So അതിന്റെ ശ്ലോകയാണ് മാത്ര പ്രപന്ന പശുപാശ വിമോക്ഷനായ മുക്തായ ഭൂരി കരുണായ നമോ ലലായ സ്വാംശേന തനുബൃൻ മത പ്രതീത പ്രത്യേക ദിശേ ഭഗവതേ ബ്രഹതേ. ഇതാണ് ഞാൻ വരാനുള്ള ആള് ആയിരിക്കണം. ഗജേന്ദ്ര, ഞാൻ പശുവാണ്. നമ്മളെല്ലാരും പശുവാണെന്ന് പറയുന്നത് അനിമൽസ് ആണ്. നമ്മൾ ശൂദ്രസ് ആണ്. ഭഗവത്ഗീത ഭാഗവതത്തിന്റെ ഉള്ളിൽ പറയാണ്. ദാറ്റ് ഈസ് അവർ കണ്ടീഷൻ. ഇവിടെ എനിക്ക് വേണ്ടത്, ഇപ്പൊ നമ്മൾ ചാൻഡിങ് ചെയ്യുമ്പോ നമ്മൾ റിമെമ്പർ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ മഹാരാജ് പറയണ നിങ്ങൾ 5 കാര്യം ചെയ്യും, താഴത്തെ കണ്ടിന്യൂസ് ആവുമ്പോ നിങ്ങൾക്ക് ഭഗവാൻ വന്ന് നിങ്ങളെ ഇത് ചെയ്യും. ഭഗവാൻ will stop this repetition of birth and death.
അതേമാതിരി നിങ്ങൾ ചാൻഡ് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞില്ലേ വീട്ടിന്റെ ഉള്ളിൽ മഹാരാജ് പറയണ ഫോട്ടോ വെക്കി. നിങ്ങള് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് നമ്മളെല്ലാരും. അപ്പൊ നിങ്ങൾ പോയിട്ട് ട്രിവാൻഡ്രം പത്മനാഭ അമ്പലത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ചിന്ത നമ്മളുടെ ഉള്ളിൽ വരുമ്പോ ഭഗവാൻ പറയാണ് റിമെമ്പർ. ഇവിടെ റിമെമ്പറിന്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ റിമെമ്പർ പറഞ്ഞത് എന്താണ്? ഭഗവാൻ നിങ്ങള് മാത്രം കണ്ടിന്യൂസ്ലി ആയിട്ട് ചെയ്യുമ്പോ തസ്മാത് സർവേഷു കാലേഷു, നീ നിന്റെ പണികൾ നിർത്താനൊന്നും പറയണില്ല. ഭഗവാൻ പറയണില്ല നിങ്ങൾ വീട്ടിന്റെ ഉള്ളില് ഒരു അടച്ചുപൂട്ടി കുത്തിരിക്കി, ഒന്നും ചെയ്യണ്ട, യുദ്ധം ചെയ്യണ്ട, നീ വാളും കാര്യങ്ങളെല്ലാം താഴ്ത്തി വെച്ച് ഞാനെല്ലാം ടേക്ക് ഓവർ ചെയ്യാം, ഞാൻ ഭഗവാനാണ്, ഞാൻ ഒറ്റയടിക്ക് എല്ലാരും ഭഗവാൻ പറഞ്ഞു അർജുനടുത്ത് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട് എല്ലാരെയും, നിമിത്തം മാത്രം നിനക്ക് ആവാം, അത് വേണമെങ്കിൽ യു കം. we have showed everything, Arjuna. I have finished everybody. But now here, if you are going to remember and chant your rounds, whatever form you are going to remember. I told you Bhagavad Gita, Mumupshu. I'm telling you, ഈ കുന്തി മാതാവിന്റെ പ്രേയേഴ്സ് നോക്കിയിട്ട് മോളിൽ നിന്ന് ഇരുന്നിട്ട് എല്ലാം ഗ്ലോറിഫൈ ചെയ്യാണ്, കരയാണ്. അവരുടെ ഇതിന്റെ ഉള്ളിൽ എല്ലാരും ഇരുന്നിട്ടാണ് ഈ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന സെപ്പറേഷൻ. പക്ഷെ ഇവിടെ കൃഷ്ണ പറയുന്നുണ്ട് ഡിവോട്ടികൾക്ക് സെപ്പറേഷൻ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കാൻ പാടില്ല എല്ലാം വിട്ടു കുന്തി മഹാറാണിയുടെ സെപ്പറേഷനിൽ കരയാണ്. നോ, കുന്തി മഹാറാണി അതിന്റെ ഉള്ളിൽ പറയാണ് എന്റെ കൂടെ നിങ്ങൾ വേണം എപ്പോഴും. നമ്മളെ ഭഗവാൻ നമ്മളെ ഉള്ളിൽ ആൾട്ടറിന്റെ ഉള്ളിൽ പ്രഭുപാദിന്റെ മഹാരാജിന്റെ കൃഷ്ണ എല്ലാം ഉണ്ട്. നമ്മൾ ഭഗവാനെ വെച്ച് സേവിക്കുമ്പോ നമുക്ക് അവിടെ എന്താണ് നടക്കാൻ പോണത്? നമുക്ക് നടക്കേണ്ട അവിടെ ഒരു കാര്യമാണ്. ഭഗവാനെ നമ്മൾ പത്മനാഭം അമ്പലം സ്വാമി പത്മനാഭം നിങ്ങൾ ചിന്തിക്കേ, ഭഗവാൻ പറയാണ് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങൾ ഏത് രൂപത്തിലാണ് വേണ്ടത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നത്. നിങ്ങൾ മാത്രം എന്നെ യു ചാന്റ്, യു റിമെമ്പർ, ശ്രൺവന്തി ഗായന്തി ഗണന്തി അഭിക്ഷ, നിങ്ങൾ യു ഡു ദാറ്റ് കണ്ടിന്യൂ, then whatever form you are doing it, we'll finish it with this sloka. This is Kunti Ramani. അല്ലാണ്ട് കുന്തി രാമായണ കംപ്ലീറ്റ് ശ്ലോക എടുത്തു നമ്മൾ കഴിഞ്ഞു. We have to remember Kunti Maharani's prayer in the form what Prabhupada has given, all the complete paraphernalia. കൃഷ്ണ പൂവാണ്, കൃഷ്ണന്റെ ഉള്ളില് ഇത് എന്തിനാണ്? ഇത് നമ്മൾ ഈ ലോകം വിട്ടു പോകുമ്പോ നമുക്കിത് ഓർമ്മിക്കാനാണ്. ഇതാണ് ആചാര്യന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആരെങ്കിലും പറയാൻ പറ്റുമോ ഭഗവാൻ എവിടെയാണ് പറയണ ബ്രഹ്മയുടെ പേരുള്ളിൽ നിങ്ങൾ ഏത് രൂപത്തിൽ ഞാൻ വിചാരിക്കണത് ഞാൻ നിങ്ങളെ വന്നത് സാധിച്ചു തരുന്നു? നമുക്ക് അതോടുകൂടി ക്ലാസ് അവസാനിക്കാം. ബിക്കോസ് ദാറ്റ് ഈസ് കുന്തി മഹാറാണി's prayer. Because I am going to implement, you are going to implement, we all are going to implement, because that is what has to be inside us. നമ്മളെ ഉള്ളിൽ അതാണ് വേണ്ടത്. അല്ലാണ്ട് ഇവിടെ ഇരുന്നിട്ട് കുറെ പ്രീച്ച് ചെയ്തു, കുറെ യൂട്യൂബിൽ മെമ്പേഴ്സ് വന്നു, എത്ര കൗണ്ടിങ് വന്നു, what it will help me? വലിയ വലിയ മോട്ടിവേറ്റർ സ്പീക്കർമാര് ഇന്നത്തെ കാലത്ത് ജയിലിന്റെ ഉള്ളിലാണ് പോയിട്ടിരിക്കുന്നത്. We want the biggest motivator of the world is Krishna. That is what is telling by Kunti Maharani. That is what is Arjuna telling. That is what Uttara is praying. And now, what is the prayer to conclude the class, which I told you? Brahma is telling that I will give you that. Tell me, Prabhuji and Mataji, which is that sloka to finish off? Now you are in this sloka. We all are in this sloka. Now here Krishna is telling us that when you remember me, I will take out everything. ഞാൻ നിങ്ങളെ ജന്മം പറഞ്ഞ റോളർ കോസ്റ്റർ എല്ലാം നിർത്താം. അതേമാതിരി നിങ്ങൾ ഭഗവാൻ ബ്രഹ്മ നിങ്ങളുടെ അടുത്ത് പറയും, ഈ സൃഷ്ടിച്ചിട്ടല്ലോ, നമ്മളെല്ലാം സൃഷ്ടിച്ചത് നമ്മളെ ബ്രഹ്മയാണ്. ബ്രഹ്മ പറയണു ഞാൻ നിങ്ങളെ കഴിഞ്ഞ നിങ്ങൾ ഏത് ബ്രഹ്മ പറയാണ് ഞാനും സറണ്ടർ ചെയ്തിരിക്കുകയാണ്. 3.9.24 സംതിങ്. I am myself surrendered to Krishna who has created this world. And then whatever way you remember in this sloka, പിന്നെ അതേമാതിരി നിങ്ങള് ഇത് നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ആ ശ്ലോകനെ പറ്റി നിങ്ങൾ ആരും പറഞ്ഞില്ല, ആരും ചോദിച്ചില്ല. ഗുരുവായൂരിൽ ഏതാണ് ശ്ലോക ഉള്ളത്? We'll finish it by telling this 1-2 slokas. നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ പല പല ഫോട്ടോകൾ എത്തിക്കും. എന്റെ അച്ഛന്റെ ഫോട്ടോ, അവരുടെ അച്ഛന്റെ ഫോട്ടോ, എന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ തൊഴാം. പിന്നെ എന്റെ മോൻ വന്നു കഴിഞ്ഞാൽ എന്റെ ഫോട്ടോ തൊഴും. എന്റെ അച്ഛന്റെ ഫോട്ടോ പ്ലാറ്റ്ഫോമിന്റെ മേലെ പോവും, പിന്നെ അവിടുന്ന് വേറെ പോകും, പിന്നെ ബാൽക്കണിയുടെ പുറത്തേക്കും പോകും. കറക്റ്റ് അല്ല ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കണം ഇന്നത്തെ കാലത്ത്. പക്ഷെ ഇവിടെ കൃഷ്ണ പറയണത്, ബ്രഹ്മ പറയണത്
നിങ്ങൾ ഏത് രീതി നിങ്ങൾ പത്മനാഭ ക്ഷേത്രത്തിൽ പോയിട്ട് ചാൻഡിങ് ചെയ്യാണ്, നിങ്ങൾ ഭഗവാൻ പത്മനാഭത്തിനെ കണ്ടുകൊണ്ട് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡെയിലി കൃഷ്ണ കൃഷ്ണ ഭഗവാനെ, ഞാൻ പത്മനാഭ സ്വാമി, ഞാൻ ഗുരുവായൂരപ്പ, ഞാൻ നിങ്ങൾ എന്നെ ഇതിൽ വന്നുകൊണ്ടിരിക്കണം, നിങ്ങളെ ഈ രൂപം എന്നെ കാണിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇതെനിക്ക് പ്ലീസ് നിങ്ങൾ ഭഗവാൻ പറയാണ് ഗ്യാരണ്ടിയോട് കൂടി ഞാൻ കാണിച്ചു തരാം. പ്രഭുജൻ മാതാജി, can you remove 3.9.11 and please see that is the sloka to Brahma's prayer. I think if I'm not wrong. Yes. Mataji ആരെങ്കിലും എടുത്തുണ്ടാ ആ ശ്ലോക? ഹരേ കൃഷ്ണ. ഈ ശ്ലോക നമ്പർ ഒന്നുകൂടെ പറയുമോ? 3.9.11. 3.9.11. ശ്രീമദ് ഭാഗവതം. ത്വം ഭക്തി യോഗ പരിഭാവിതരിത് സരോജ ആശേഷ സുക്ഷിത പ്രപതനാനു നാതു പുംസാം യദ്യദ്ധ്യായ യുൽഗായ വിഭാവിയന്തി തത്തദ് വപു പ്രണയശേ സത് അനുഗ്രായ. ഇതിന്റെ ഒന്ന് ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കോ മാതാജി. ഹരേ കൃഷ്ണ. ആരെങ്കിലും നോട്ടീസ് വായിക്കാമോ? ഞങ്ങൾ വെളിയിലാണ്. ഗൗരപ്രിയമാജി ഒന്ന് വായിക്കാമോ പ്ലീസ്? 3.9.11. 3.9.11. Brahma's prayer. പക്ഷെ 3 പോയിന്റ് ഞാൻ എടുത്തില്ല പ്രഭു. ജാനാംബിക മാതാജിയുടെ കയ്യിലുണ്ടെങ്കിൽ. Yes, അതന്നെ കറക്റ്റ്, അതന്നെ 3.9.11. സംഭാവയോഗ പരിഭാവിത. അതന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കോ. ഓ എന്റെ ഭഗവാനെ, അങ്ങയുടെ ഭക്തന്മാർക്ക് യഥാർത്ഥമായ കേൾവിയിലൂടെ അങ്ങയെ കാതുകൾ വഴി കാണുവാൻ കഴിയുകയും അപ്രകാരം വ്യക്തമാക്കപ്പെടുകയും അങ്ങ് അവിടെ സ്ഥാനം പിടിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ഭക്തന്മാരോട് അത്രമേൽ കാരുണ്യമുള്ളവനാകയാൽ അവർക്ക് വേണ്ടി അവർ എപ്പോഴും ധ്യാനിക്കുന്ന അങ്ങയുടെ പ്രത്യേകമായ ശാശ്വത അതീന്ദ്രിയ രൂപം സ്വയം ആവിഷ്കരിക്കും. വിവർത്തന വായിച്ചേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഭഗവാൻ എന്താ പറയണെന്ന് വെച്ചാല് ഏത് രൂപം വേണമെങ്കിൽ. ഇപ്പൊ നമ്മളെ ഈ ഹിയറിംഗ്, ഇതിന്റെ ഉള്ളിൽ ഹിയറിംഗ് പറയുന്നത് ഫസ്റ്റ് വേർഡ് ഈസ് ഹിയറിംഗ് ആൻഡ് ചാന്റിങ്. നമ്മളെ ഉള്ളിലുള്ള മിസറികള്, നമ്മളെ ഉള്ളിലുള്ള കച്ചറകള് ഭഗവാൻ സ്വയം വന്നിട്ട് നമ്മൾ ഈ ചാന്റിങ് ചെയ്യുമ്പോ നമ്മളെ ശുദ്ധീകരിച്ചിട്ട് ഭഗവാൻ ഉള്ളിൽ ഇരിക്കുകയാണ്. ഭഗവാൻ ക്ലീൻ ആയിട്ട സ്ഥലത്താണ് ഭഗവാൻ ഇരിക്കുള്ളൂ. അപ്പൊ ഒരു ശ്ലോക പറഞ്ഞിട്ട് നമുക്ക്, നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആ ശ്ലോകനം പറയില്ല ഗുരുവായൂരിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവർ പറഞ്ഞാൽ മതി. ഞാൻ ഈ ശ്ലോക പറഞ്ഞിട്ട് ഇവിടെ നിർത്തും. സങ്കീർത്തനമാനോ ഭഗവാൻ അനന്ത ശ്രുതാനുഭാവോ വിഷ്ണമി പുംസാം പ്രവിശ്യ ചിത്തം വിദ്നോതി അശേഷാം യഥാതമരുപ്രമവിവാതി വാത. ഭഗവാൻ ചാൻഡ് ചെയ്യാൻ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ, ദ മൂമെന്റ് യു റിമെമ്പർ ആൻഡ് ചാൻഡ്, ഭഗവാൻ എൻറ്റർ ഇൻസൈഡ് യു ആൻഡ് ക്ലീൻ ദാറ്റ് ക്ലീൻ. അശേഷം മീൻസ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാണ്. എന്നിട്ട് ഭഗവാൻ ഉള്ളിൽ ഇരിക്കുകയാണ്. Then we guarantee ഭഗവാൻ ഉള്ളിൽ ഇരിക്കുകയാണ് പറഞ്ഞാൽ we are guaranteed already in the പരമാത്മ ആയിട്ട്. But he should be comfortable, right? Then we are going to sail. Thank you Prabhuji and Mataji. പ്രഭുജി, സത്യം പരം ധീമഹി അതാണോ പ്രജു ഗുരുവായൂർ? ഏതാണ് സത്യം സത്യം പരം? ഓക്കെ, ഗുരുവായൂർ എല്ലാരും പോയിട്ടുണ്ടെങ്കിൽ മാതാജി അതാണോ പ്രഭു? ഹരേർ നാമ എഴുതിയിട്ടുണ്ട്. പ്രഭുപാദ് ഭാഗവതത്തിലെ ഒരു ഇത് എഴുതിയിട്ടുണ്ട്. അത് മറന്നു. മാതാജി, നമ്മൾ അവിടെ പോകുമ്പോണ്ടല്ല, ഇനി ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോ എല്ലാരും പോയിട്ട് ആ ശ്ലോകം ഒന്ന് നോക്കണം. നമ്മൾ എന്തിനാ ശ്ലോകം മിസ് ചെയ്തു? ഗുരുവായൂർ അമ്പലത്തിന്റെ ഉള്ളിൽ പോയിട്ട് പ്രഭുപാദിന്റെ ഉള്ളിൽ അവിടെ എഴുതി വെച്ചിട്ട്, പ്രഭുപാദ് ചന്ദന ഇടല്ലേ, നമ്മൾ ചന്ദന ഇടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ആ കണ്ണാടി എല്ലാരെയും നോക്കിയിട്ട് ചന്ദനം നോക്കും. എല്ലാരും അവരവരിങ്ങനെ നോക്കിയിട്ടിരിക്കും. ഈ 2 ശ്ലോകം ഉണ്ട്. ഒരു ശ്ലോകം എനിക്ക് പിടികിട്ടിട്ടില്ല. എനിക്ക് അത് ഗ്രാഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളൊന്ന് അത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ 2 ശ്ലോകം ഇടണത്. ഈ ശ്ലോകയാണ് 12.3.5, 12.3.51.
ഇതാണ് കലിയുഗത്തിന്റെ ശ്ലോക, ഇതാണ് നമ്മളെ മന്ത്രം, ഇതാണ് നമ്മളെ ആന്റിസെപ്റ്റിക് മെഡിസിൻ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഗുരുവായൂർ. ഇത് നിങ്ങൾ ആരെങ്കിലും ഇത്ര പവർഫുൾ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ സെയിം ശ്ലോക കൊണ്ടുവന്നിട്ട് പത്മനാഭ ക്ഷേത്ര അമ്പലത്തിൽ ഒട്ടിക്കാണിച്ചാല് വാട്ട് എവർ ദാറ്റ് ഈസ് ഫോർ, ഹി വിൽ ഡു ഇറ്റ് ഫോർ ദാറ്റ്. കലേർ ദോഷോ നിദേരാജൻ ആസ്തി ഏക ഗുണമാൻ കീർത്തനാദ് ഏവ കൃഷ്ണസ്യ മുക്ത സംഗ പരം വൃജത്തെ. ഇതെന്താണ്? ആരെങ്കിലും ട്രാൻസ്ലേഷൻ വായിക്കാൻ? ദിസ് ഇസ് ദ mantra of the Kaliyuga, and this is what is even written in Kerala, even written in Guruvayur, even written in all this ഭൂഖണ്ഡത്തിന്റെ ഉള്ളിൽ ബ്രഹ്മ പറയാണ് ഇതാണ് നമ്മളെ മന്ത്രം, ഇതാണ് ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ള, ഇതാണ് പ്രഭുപാൽ തന്നിട്ടുള്ള മന്ത്രം, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. Thank you very much for tolerating me. Thank you Kadamit Prabhu, thank you very much. താങ്ക് യു പ്രഭുജി. വളരെ നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള മനോഹരമായ ക്ലാസ്സിന് നന്ദി പ്രഭുജി. വളരെ നന്ദി പ്രഭുജി. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ചോദിക്കണമെങ്കിൽ, ക്വസ്റ്റ്യൻ ഉണ്ടോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ they can do for 1-2 minutes and we can conclude and wind up. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി പോയിന്റ്സ് മനസ്സിലായി. Thank you Prabhu, thank you Mataji. Hare Krishna Prabhuji, Hare Krishna. Thank you Prabhuji. Hare Krishna, Hare Krishna. Thank you Prabhuji. Hare Krishna. Pranam. Thank you Prabhu. Hare Krishna. Thank you Prabhu. Pranam Prabhu. Hare Krishna Prabhuji, Hare Krishna. Okay Kadamit Prabhu, we can wind up. One circle project Kripa Sindhu putting up Vaishnav Guru. Namo Namo. താങ്ക് യു പ്രഭുജി. താങ്ക് യു Thank you. പ്രഭു. ഇപ്പൊ പ്രഭു നമ്മുടെ അബുദാബിയിൽ നിന്നാണ് നമ്മുടെ കൂടെ ക്ലാസ് എടുക്കാൻ പ്രഭു വന്നിരിക്കുന്നത്. ഈ ലോകത്തിലെ പല ഭാഗത്തിലുള്ള ഡോട്ടീസ് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യം ഭഗവാൻ നമുക്ക് തന്നു. പ്രഭു ഒക്കെ എന്ത് സീനിയറാണെന്ന് നോക്കണം, എന്ത് റിയലൈസേഷനോട് കൂടിയാണ് നമുക്ക് ക്ലാസ് തരുന്നത്. നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ് പ്രഭുവിന്റെ അസോസിയേഷൻ കിട്ടാൻ. വളരെ നന്ദിയുണ്ട് പ്രഭുജി, ഹൃദയപൂർവ്വം നന്ദി. പ്രഭു ധന്യവാദ് പ്രഭുജി. ഹരേ കൃഷ്ണ. Thank you Hare Krishna Prabhu.